गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। അണകവിയും അഴലാഴിയാഴുമെന്നിൽ പ്രണയമുദീച്ചു കവിഞ്ഞു പാരവശ്യാൾ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനിന്റെ ദൈവമല്ലോ. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിസ്മയമായി തുടരുന്ന പണ്ഡിത പാമര ബാലവൃദ്ധ ഭേദമന്യേ ഈ ലോകത്തിന് മുഴുവൻ അനുരൂപനായി നിൽക്കുന്ന യതികളിൽ യതിയായ നാരായണ നാമധേയനായ പരബ്രഹ്മം ശരീരഭാവം സ്വീകരിച്ചവനായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഗുരുദർശനത്തിന്റെ അനന്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ വന്ദനം. SNDP യോഗം ശാഖ നമ്പർ 26 മറിയപ്പള്ളി ശാഖ. ഏത് വേദിയിൽ ചെന്ന് നിന്നാലും അത്യധികം അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ശാഖ. യഥാർത്ഥത്തിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഒരു വേദിയിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാനുള്ള ഒരു ശേഷിയാണ് എനിക്കില്ലായിരുന്നു. ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ പോലും, ഈ ശാഖായോഗത്തിൽ കടന്നു വരുമ്പോൾ പോലും അത്തരത്തിലുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ആ 3ാം ക്ലാസ്സുകാരി 10 വർഷങ്ങൾക്കിപ്പുറം നിന്ന് ചിന്തിക്കുമ്പോൾ ഏതൊരു വലിയ വേദിയെയും അഭിമുഖീകരിച്ച് ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായി, ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുവാൻ ആ 3ാം ക്ലാസ്സുകാരയ്ക്ക് ധൈര്യം പകർന്നുള്ളത് തീർച്ചയായും 26ാം നമ്പർ മറിയപ്പള്ളി ശാഖ തന്നെയാണ്. അത് ഞാൻ ഏത് വേദിയിൽ ചെന്ന് നിന്നാലും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. അന്ന് ഞാൻ ഇവിടുത്തെ വിവാഹ പാഠശാലയിൽ വരുമ്പോ അവിടെ എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട്. സജയകൃഷ്ണൻ സാർ ടീച്ചറും എന്നിവിടെ ഇരിപ്പുണ്ട്. അന്ന് എന്റെ ഒപ്പം പഠിച്ച കുട്ടികളും ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് തിരികെ എത്തുവാൻ സാധിച്ചു. ഇവിടെ നമുക്ക് പ്രഭാഷണ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത് ഗുരുമഹിമ എന്നാണ്. തീർച്ചയായും ശാസനങ്ങൾ പറഞ്ഞതുപോലെ ഒരാഴ്ചയോളം നിന്ന് പ്രസംഗിച്ചാലും തീരാത്തത്ര മഹിമയുള്ള ഒരു ശ്രീനാരായണ ഗുരുദേവനാണ്. ഒരു കോടി ദിവാകരൊത്തുയർന്ന പ്രഭയോട് കൂടിയ ഒരു ഈശ്വരനാണ് നമുക്കുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരിക്കലും വേദിയിൽ ചെന്നപ്പോ ഒരു 10ാം ക്ലാസ്സുകാരൻ സംസാരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചേച്ചി മരിച്ചുപോയ ഗുരുദേവൻ എന്ത് തരാനാണ് എന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് വിദ്യാർത്ഥികളെ CBSE-യിലും ICSE-ലും സ്റ്റേറ്റ് സിലബസിലും ഒക്കെ വിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവരുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന്, എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ് നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. തീർച്ചയായും
എന്റെ ആചാര്യൻ എന്ന് പറയുന്നത് KM ബാലാജി സാറാണ്. സാറിനോട് ചെന്ന കേരളത്തിലെ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏറ്റവും നല്ല രവിവാര പാഠശാല ക്ലാസ് എവിടെയാണ് എന്ന് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞ പേര് 26 നമ്പർ പറയപ്പള്ളി ശാഖയുടേതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ശാഖയിലേക്ക് അയച്ച് അവർക്ക് ഗുരുദർശനം പഠിപ്പിച്ചു കൊടുക്കുവാൻ വിമുഖത കാണിക്കുമ്പോൾ നാം തിരിച്ചറിയണം നാം ഈ സമൂഹത്തെ ഏത് രീതിയിലാണ് വളർത്തുന്നത് എന്ന്. ഇന്ന് നമുക്കറിയാം, അച്ഛനെയും അമ്മയെയും ഒരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നു കളയുവാൻ ധൈര്യമുള്ള വിദ്യാർത്ഥികളാണ് നമുക്കിടയിലുള്ളത്. സ്വന്തം സുഹൃത്തിനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തല്ലി ചതയ്ക്കുവാൻ ധൈര്യമുള്ളവരാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ ഇതിനൊക്കെ മുമ്പ് അച്ഛനെയും അമ്മയെയും ദൈവമായി സങ്കല്പിച്ച് അവരെ തൊഴുതിരുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. നാളെ അതൊക്കെ വെറും ഐതിഹ്യങ്ങളായി മാറാം. നാം ഭയക്കുന്ന രീതിയിലുള്ള മതത്തിനടിമപ്പെട്ട ജാതിക്കടിമപ്പെട്ട ഒരു സമൂഹം ഇവിടെ വളർന്നു വരുവാൻ നാം സമ്മതിക്കരുത്. മറിച്ച് അതിൽ പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നാം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു പഠിപ്പിക്കണം. പക്ഷെ ഇന്ന് നാം യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസമാണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോ ആ ചിന്തിക്കുന്നിടത്തു നിന്നാണ് നാളെയുടെ മാറ്റം ആരംഭിക്കുവാൻ പോകുന്നത്. ഗുരുവിന്റെ മതവീക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് പറയുവാൻ സാധിക്കും, കഴിഞ്ഞ കാലഘട്ടത്തിൽ പല പല ആചാര്യന്മാർ ഈ ലോകമംഗളത്തിനു വേണ്ടി നൽകിയ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇവ ഒരുപാട് മതപ്രചാരകരിലൂടെയും മതഭക്തന്മാരിലൂടെയും മതപുരോഹിതന്മാരിലൂടെയും കടന്നുപോയ സമയത്ത് അവർക്ക് രൂപവ്യത്യാസവും ഭാവവ്യത്യാസവും സംഭവിച്ചു. അങ്ങനെ ഈ കേരളക്കര വീണ്ടും ശാന്തിക്ക് വേണ്ടി കേരളം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം. പണ്ട് വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുവാൻ 1855 ദൈവം തന്നെ തിരുപ്പിറവി എടുക്കേണ്ടി വന്ന കാര്യം നമുക്കറിയാം. ഭഗവാൻ മരുത്വാമലയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ കണ്ട ആ വസ്തുതയെ, ആ അസഹനീയമായ കാഴ്ചയെ സ്വാമി സുബ്രഹ്മണ്യ കീർത്തനത്തിൽ നമുക്കായി വിവരിച്ചു തന്നു. സ്പഷ്ടം നിലാവന്നു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവഴി അതിലാക്കിയിടുവാൻ പിന്നരാട്ടെ കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകത്ത് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. ഗുരുവോട് പറയുകയാണ്, താഴെയുള്ള ഈ ഭൂമിയിൽ വസിക്കുന്ന എന്റെ സഹോദരർ അവരുടെ ഉള്ളിലുള്ള ആ സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ, എന്താണ് അവരുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം എന്ന് തിരിച്ചറിയാതെ മദ്യം കുടിച്ചോ രോഗം ബാധിച്ചോ അജ്ഞതയിൽ ആണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് സമാജസ്തുതി എന്ന ഗുരുസ്തവത്തിലൂടെ കുമാര മഹാകവി പാടിയത്, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധനതോ തേടുക ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. അന്വേഷിച്ചെത്തുന്നവരുടെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കി തന്റെ ഉള്ളിലുള്ള ആത്മസത്യത്തെ തിരിച്ചറിയിച്ചു തരുന്ന സ്വാമി അന്ന് തന്നെയാണ് പരമമായ ദൈവം എന്ന് കുമാര മഹാകവി പാടുമ്പോൾ നാം ചിന്തിക്കണം. ഇന്ന് ഗുരു മനുഷ്യനാണ് എന്ന് പ്രസ്താവിക്കുവാൻ ശ്രമിക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരെയാണ് ദൈവം എന്ന് വിളിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കണം. നമുക്കറിയാം, യൂട്യൂബിൽ ഗുരുപദം TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ഞാനൊരു കഥ എന്റെ ഗ്രഹപ്പിഴക്ക് ഞാനൊന്ന് പറഞ്ഞുപോയി. പിന്നെ ഇപ്പോഴും ഞാൻ അറിയില്ല, ഇപ്പോഴും ഞാൻ ഏവനിൽ നിൽക്കുക. അത് കമന്റ് വരുന്നതില് 99.9% ആളുകളും പറയുന്നത് അങ്ങനെ ഒരു കഥ സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവ സ്മരണകൾ എന്ന പ്രിയദർശൻ സാറിന്റെ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. ഒരു മുസ്ലിം സിദ്ധൻ ഒരിക്കൽ ഗുരുവിനെ കാണുവാനായി വരികയാണ്.
അപ്പൊ അദ്ദേഹം ഗുരുവിനോട് വാദിച്ച് ജയിക്കണം എന്ന ചിന്തയോട് കൂടിയാണ് ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, ജലമുള്ളിടത്തെല്ലാം മത്സ്യം കാണുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഈ കാണുന്ന തെങ്ങിൽ കരിക്കുണ്ട്, ആ കരിക്കിൽ വെള്ളമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ മത്സ്യം കാണുമെന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, നോക്കിക്കളയാം എന്ന് പറഞ്ഞ് അടുത്തുണ്ടായിരുന്ന ശിഷ്യനോട് പറഞ്ഞ കരിക്ക് താഴെ ഇട്ടു. അത് മുറിച്ച് അതിന്റെ ഉള്ളിൽ നോക്കിയപ്പോ അതിന്റെ ഉള്ളിലൂടെ 2 മാനത്ത് കണ്ണുകൾ നിറഞ്ഞ കുഞ്ഞു മത്സ്യമുണ്ട്. ഈ മത്സ്യത്തിന്റെ 2 കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടപ്പോ ഈ മുസ്ലിം സിദ്ധന് മനസ്സിലായി താൻ ജയിച്ചില്ല. അങ്ങനെ അടുത്ത നമ്പർ ഇറക്കുകയാണ്. എനിക്കൊരു വലിയ സിദ്ധിയുണ്ട്, അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടാൽ ആ മുറിയുടെ പൂട്ടു തുറക്കാതെ തന്നെ എനിക്ക് വെളിയിൽ വരുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കിക്കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിനെയും ഇദ്ദേഹത്തെയും 2 മുറികളിലായി പൂട്ടിയിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ശിഷ്യര് കാണുന്നത് ഗുരു അതുവഴി ഇതുവഴിയൊക്കെ ഒരു കൊച്ചുകുട്ടി നടക്കുന്നത് പോലെ ഓടിക്കളിച്ച് നടക്കുകയാണ്. പക്ഷേ ഈ മുസ്ലിം സിദ്ധനെ കുറെ സമയമായിട്ടും കാണുന്നില്ല. അങ്ങനെ ആളുകൾ ചെന്ന് ഈ വാതിൽ തുറന്ന് നോക്കുമ്പോ അദ്ദേഹം വന്ന് ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ മുറിയിൽ കയറ്റി പൂട്ടിയിട്ട സമയത്ത് എവിടെ നിന്നോ ഒരു വലിയ പക്ഷി പറന്നു വന്ന് എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ രൂക്ഷമായി തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതിന്റെ ആ നോട്ടത്തിൽ എനിക്ക് എന്റെ എല്ലാ സിദ്ധികളും നഷ്ടപ്പെടുന്നതായി തോന്നി. എനിക്ക് എന്റെ എല്ലാ കഴിവുകളും അന്യമാകുന്നതായി തോന്നി. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരികെ പോയി. അപ്പോ തന്നോട് വിശ്വാസമില്ലാത്തവരെ പോയി, നമുക്കറിയാം ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ സമാധിദാനം എന്ന ഒറ്റകൃതിയിലെ 4ാമത്തെ വരിയിലൂടെ പറഞ്ഞു തന്നു അയ്യപ്പന്റെ ദൈവമാരാണെന്ന്. ജലാനുജാകൃതി ഭയമേടാശുത യശോനർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയ നാരായണ ഗുരു സ്വാമി ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. ഗുരുവിനെ ജയ ഭഗവാനെ എന്നാണ് അയ്യപ്പൻ അവിടെ വിളിക്കുന്നത്. ഒരിക്കൽ EMS നമ്പൂതിരിപ്പാട് ഒരു വേദിയിൽ സംസാരിക്കുമ്പോ അവിടെ ആയിരക്കണക്കിനിരുന്ന സദസ്യര് ഒരു വയോധികരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എന്നാ വേദിയിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ, അങ്ങ് ദയവ് ചെയ്ത ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വേദിയിൽ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയൂ. കാരണം ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കാറൽ മാക്സിനെയും ലെനിനെയും ഒക്കെ കുറിച്ച് വായിച്ചറിഞ്ഞത് അങ്ങയുടെ ലേഖനങ്ങളിലൂടെയാണെന്ന് പറഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് സദസ്യരുടെ കരഘോഷത്തോടുകൂടി ആ വയോധികൻ വേദിയിലേക്ക് അനയിക്കപ്പെട്ടു. അത് മറ്റാരുമല്ലായിരുന്നു, ശ്രീനാരായണ ഗുരുദേവന്റെ വിപ്ലവ സൂര്യനായ സഹോദരൻ കെ അയ്യപ്പനായിരുന്നു. ഏതൊരു ഗുരുവിന്റെ കാൽപ്പാദങ്ങളിലെ പൊടിയുടെ ആ ഒരു അംശം ഞങ്ങൾക്ക് നല്ലതിനായി വന്നു ഭവിച്ചുവോ? അങ്ങനെയുള്ള നാരായണ നാമധേയനായ യതികളിൽ ശ്രേഷ്ഠനായ പരബ്രഹ്മസ്വരൂപനായ സ്വാമികൾക്ക് നമസ്കാരം എന്ന ഗുരുശബ്ദത്തിലെ അവസാന പദ്യത്തിൽ ശിവലിംഗദാസ സ്വാമി പാടുന്നു, നാം തിരിച്ചറിയണം എത്ര വലിയ പ്രഭാവമായിരുന്നു നമ്മുടെ ഗുരുവിനുണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ 70ഓളം വരുന്ന കൃതികൾ നമുക്കായി രചിച്ചു തന്നു. ഗുരുവിൻ്റെതായി നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ദർശനമാണ്. പക്ഷെ ഗുരു ആദ്യമായി രചിച്ചത് എന്ന് കരുതപ്പെടുന്നത് ഗജേന്ദ്രമോക്ഷ മജ്ജിപ്പാട്ടാണ്. പക്ഷെ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ ഗുരു രചിച്ചിരിക്കുന്ന ഒരു പദ്യം മാത്രം വരുന്ന, നമുക്കറിയാം, വൃത്തിയായി സത്യത്തിലോഭൂതമായി ശോഭിച്ചു ദീപപ്രഭ മായാമോട് പടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാളവിൻ മലമേ കൗസ്തുഭമണി ഗ്രീവോത്സവം. ഇതാണ് ശ്രീകൃഷ്ണ ദർശനം എന്നാണ് കൂടി. പണ്ട്
കുട്ടിയായിരുന്നതാണോ എന്നിന്റെയോ പുറകെ കൈ നീട്ടി പിടിച്ചോടിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുളത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ നാണുവിനെ കരക്കെടുത്തിട്ട് നീ എന്താണെന്നാണോ കണ്ടത് എന്ന് ചോദിച്ചപ്പോ കുട്ടിയായ നാരായണൻ സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്ത കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം എന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ടി എത്രയോ കൃതികൾ സ്വാമി രചിച്ചു തന്നു. എന്നിട്ടും ഇന്നും പാരമ്പര്യമായ പ്രാർത്ഥന സമ്പ്രദായമാണ് നാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നാം ഇന്നും ചൊല്ലും നരനാണിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകത്തിൽ നിന്നും കരകേറ്റിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. എന്നാൽ ഒന്ന് ചിന്തിച്ചാൽ അവരെയൊന്ന് മാറ്റിപ്പാടുന്നു. എന്നിരുന്നാലും ഈ ശാഖയിലെ അംഗങ്ങൾ ആരും അങ്ങനെ ചൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഗുരുവിൽ 70-ൽ പരം വരുന്ന കൃതികളിൽ ഒരു കൃതി മാത്രമാണ് സംസ്കൃത വൃത്തമല്ലാതെ ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയത്. അത് നമുക്കറിയാം, കുണ്ഡലിനി പാട്ടാണ്. ആടുകാമ്പേ പുനം തേടുകാമ്പേ അരുളാമുത്തു കണ്ടാടുകാമ്പേ തിങ്കളും കൊന്നയും ചൂടും ഈശൻ പദ പങ്കജം ചേർന്നു നിന്നാടുകാമ്പേ. ഇങ്ങനെ തുടങ്ങുന്ന കുണ്ഡലിനി പാട്ട് മാത്രമാണ് ഗുരു ദ്രാവിഡ വൃത്തമായ മഞ്ജരിയിൽ എഴുതിയിരിക്കുന്നത്. ഉറക്കുപാട്ടിന്റെ ശീലാണ് ഈ കൃതിക്കുള്ളത്, മഞ്ജരിക്കുള്ളത്, ഈ വൃത്തത്തിനുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ആത്മാവുമായുള്ള നിത്യ സുഷുപ്തിയാണ് ആ കൃതിയിൽ വിവരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഗുരു മഞ്ജരി എന്ന വൃത്തം, ഉറക്കുപാട്ടിന്റെ ശീലുള്ള ആ വൃത്തം അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. മണന്തര ദേവീസ്തവം എന്ന് പറയുന്ന ഒരു കൃതി ഗുരു രചിച്ചു. അതൊക്കെ ഒരു 5 വൃത്തങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പദ്യത്തിൽ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം കണ്ടുപിടിച്ചിട്ടില്ല എന്നൊരു വിഭാഗം പറയുമ്പോ ഡോക്ടർ ടി ഭാസ്കരൻ സാർ പറയുന്നത് ആ വൃത്തം മയൂര ലളിതം എന്നാണ്. അവിടെ അമ്മയുടെ രൂപം ഗുരു വർണ്ണിക്കുന്നുണ്ട്. മണിക്കുടവിടുത്തിമല തൂവി മണമെല്ലാം ക്രിയ കഴിച്ചു ക്രിയാക്കി തുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു കൊടിയും പോൽ ഗുണക്കര കടന്നു വരുവാനോട് താഴെ. പിന്നീട് അടുത്ത പദ്യത്തിലേക്ക് വരുമ്പോ ആ വൃത്തം അവിടെ മാറുകയാണ്. തിങ്കളും ത്രിദിശഗംഗയും തിരുമുടിക്കണിഞ്ഞു തെളിയുന്ന തിങ്കളെ മുഖി ദിഗംബരന്റെ തിരുമൈ പടുത്ത ശിവമേനികെ നിൻകടൽ കമലമെൻ കരുത്ത് നിലനിർത്തി നിത്യവും അഹന്തവന്നംകുരിച്ചറി കഴിഞ്ഞു പോയി വിഫലമായി വരാതരുളുകമ്പികേ. ഇങ്ങനെ വ്യത്യസ്തമായ 5 വൃത്തങ്ങൾ ഉപയോഗിച്ച ഭഗവാൻ രചിച്ചൊരു കൃതിയാണ് മണ്ണന്തല ദേവീസ്തവം എന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ അനവധിയായ സംസ്കൃത വൃത്തങ്ങൾ ഗുരു പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പഠിക്കുവാൻ ശ്രമിക്കുന്ന, വായിക്കുന്ന ഒരു പഠിതാവിന്റെ മനസ്സിലേക്ക് ഇതൊക്കെ എന്ത് പേരാണ് എന്നൊരു ചിന്ത ഉടലെടുക്കും. ഭുജംഗ പ്രയാഗം, ശ്രദ്ധരാജ്, ശാർദൂല വിക്രീഡിതം, വസന്തതിലകം, കുസുമമഞ്ജരി, ദോദകം, മല്ലിക, മത്തേഭം, നർക്കുടകം, പഞ്ചചാമരം, മദനാർത്ത, പത്യാവൃത്തി, ഉപസ്ഥിതി, വിയോഗിനി, മല്ലിക, മൃഗേന്ദ്രമുഖം, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്തത്ര വൃത്തങ്ങൾ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാജരാജവർമ്മ തമ്പുരാൻ വൃത്തമഞ്ജരിയിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു വൃത്തമായിരുന്നു മത്തേഭം എന്നത്. കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ജനനീ നവരത്ന മഞ്ജരി എന്ന കൃതി ഒന്നായമാമതിയിൽ നിന്നായിരം ത്രിപുടി എന്നാശു തന്മതി മറന്നു. അങ്ങനെ തുടങ്ങുന്ന അമ്മയെ വർണ്ണിക്കുന്ന ജനനീ നവരത്ന മഞ്ജരി എന്ന കൃതി ഗുരു രചിച്ചിരിക്കുന്നത് മത്തേഭം എന്ന് പറയുന്ന വൃത്തത്തിലാണ്. ഈ മത്തേഭം എന്ന വൃത്തം ആരും തന്നെ മലയാളത്തിൽ മറ്റാരും തന്നെ ഉപയോഗിച്ചതായി കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മോപദേശ ശതകത്തിലെ ദർശന ഗരിമ കൂടുതൽ മനോഹരമായി അവതരിപ്പിക്കുവാൻ ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന മൃഗേന്ദ്രമുഖം എന്ന കൃതി വൃത്തം. ശരിക്കും പറഞ്ഞാൽ വൃത്തമഞ്ജരി ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 1904 എന്നാൽ ഗുരു ഷൺമാതുര സ്തവവും നവമഞ്ജരിയും ഒക്കെ 1884 രചിച്ച കൃതികളാണ്. എന്നാൽ വൃത്തമഞ്ജരി എന്ന ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ ഒരു നിബന്ധന പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുൻപ് ഈ മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൽ
ഒരു തരത്തിലുമുള്ള പദ്യം ലഭിക്കാത്തത് കൊണ്ട് അത് എഴുതിയ ആള് പുതിയതായ ഒരു പദ്യം എഴുതി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു പക്ഷേ 1884 എഴുതിയ ഷണ്മാധുരസ്തവവും നവമഞ്ജരിയും പോലെയുള്ള കൃതികളൊക്കെയും 1904 പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു രചനയ്ക്ക് വേണ്ടി അതിന്റെ രചയിതാവ് കണ്ടില്ല എന്ന് നടിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് മറന്നുപോയതാണ്, കണ്ടില്ല എന്ന് നമുക്ക് പ്രസ്താവിക്കുവാൻ സാധിക്കില്ല. അത് തീർച്ചയായും ഇന്നും ചരിത്രം ശ്രീനാരായണ ഗുരുദേവനോട് കാണിക്കുന്ന നന്ദികേടിന്റെ ആദ്യത്തെ ഉദാഹരണമായി നമുക്ക് പറയാം. ഇങ്ങനെ നിരവധി അനവധി കൃതികൾ ഭഗവാൻ രചിച്ചു തന്നു. നമുക്കറിയാവുന്നവരൊക്കെയാണ് ശ്രീവാസുദേവാഷ്ടകം, മണം തുടങ്ങി ശ്രീവാസുദേവാഷ്ടകം അല്ല, സദാശിവ ദർശനം. മണം തുടങ്ങി എണ്ണി മണ്ണിലൊന്നുമെണ്ണമൊക്കെയറ്റിണങ്ങി നിൽക്കുമ്പോൾ കുരുന്നൊരുക്കി നെക്കിനൊത്തിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിൽ അങ്ങുമെങ്ങും എന്നിണങ്ങൾ അങ്ങുമെങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. പിന്നീട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ഓർമ്മശക്തി കൂടുവാൻ ഗുരു കുറച്ച് കൃതികൾ പറഞ്ഞു. നമ്മൾ ആദ്യം പറയുന്നതാണ് ദേവീ പ്രണാമ ദേവീശ്വരം. പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാദഭക്ത ജനപാലനാധിക പരായണ ഭവഭയാപഹ, പൂർണ്ണമാനസ പുരാണ പൂരുഷ പുരന്ദരാദി പുരുപൂജിത, സാധു സാധിക സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത, സാധ സാമൃത ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയത. പിന്നീട് ഗുരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞു തന്ന നമുക്കറിയാം ബാഹുലേ അഷ്ടകം. ബീജമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാൻ രചിച്ച കൃതിയാണ് ബാഹുലേ അഷ്ടകം. ഓം 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 ഹോമധൂമ പ്രകടതര ജടാ കോടി ഭോഗി പ്രഭൂരം അം 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 ആദിദേയ പ്രണവ പദയുഗാംബോരുഹ ശ്രീവിലാസം ഉഗ്രനേത്രത്രയലസിതമജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്ത പ്രമഹര മനിഷം ഭാവയേ ബാഹുലേയം. ഇങ്ങനെ ഒരു മനുഷ്യന് അവന്റെ ജനനം മുതൽ മരണം വരെ വേണ്ടുന്ന എല്ലാ അവസ്ഥയിലും കൃതിഗുരു നമുക്ക് തന്നു. ഒരു കുഞ്ഞ് എപ്രകാരമാണ് അവന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നത് എന്ന് പറഞ്ഞു തരുവാൻ വസന്ത നിലകൊള്ളുന്ന വൃത്തത്തിൽ ഒരു പിണ്ഡം രചിച്ചു തന്നു. ഒരു ആദ്യത്തെ പദത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു, ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരുമൻപുടു വളർത്തത് പാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നതിനു ശംഭോ. ഒരു പിണ്ഡത്തെ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വാമി അങ്ങ് നിക്ഷേപിച്ചു. എന്നിട്ട് 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഒരു തട്ടലും മുട്ടലും പറ്റാതെ അതിനെ കാത്തു രക്ഷിച്ച ഒരച്ഛൻ എങ്ങനെയാണോ, ഒരമ്മ എങ്ങനെയാണോ തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത്, അതുപോലെ എന്റെ ആ പിണ്ഡത്തെ സ്വാമി അങ്ങ് പരിപാലിച്ചതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് സശരീരാവസ്ഥയിൽ ഞാനെന്നും എന്റേതെന്നുമൊക്കെ അഹങ്കാരത്തോടെ പറയുന്ന ഈ ശരീരത്തോടു കൂടി ഈ ഭൂമിയിൽ നിൽക്കുന്നത്. അങ്ങയുടെ തീരുമാനം പോലെയാണ് എല്ലാം സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ എന്റെ ഉള്ളിലുള്ള ഈ അഹങ്കാരം വെടിഞ്ഞ് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ അറിയാതെ വന്ദിച്ചു പോവുകയാണ്. പിന്നീട് വന്നപ്പോ ഒരമ്മ സഹിക്കുന്ന പ്രസവ വേദനയെ കുറിച്ച് സ്വാമി പാടി തന്നു. ചുമടാക്കിടത്തി വെന്തുള്ളണിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊണ്ടിഞ്ഞു പെറ്റുണരി പോലെ കിടന്നു കൂകുന്നു. ഇതെന്താ വടിങ്ങടിയലുന്നൊരു വീട് ശംഭോ.
പോകും. എന്റെ അമ്മ എന്നെ പ്രസവിച്ച സമയത്ത് ഒരു നരി കരയുന്നത് പോലെ എന്റെ അമ്മ വിടന്ന് കരഞ്ഞപ്പോ അമ്മയെ പോട്ടെ സാരമില്ല, എനിക്ക് വെളിയിലേക്ക് വരാനല്ലേ അമ്മ ഈ വേദന സഹിച്ചത് എന്നൊന്നും എനിക്കെന്ന് പറയുവാൻ സാധിച്ചില്ല. മറിച്ച് അതെല്ലാം നോക്കി കിടക്കുവാനേ എനിക്ക് സാധിച്ചുള്ളൂ. എന്റെ കഴിഞ്ഞ ജന്മത്തിലെ സങ്കടങ്ങളെല്ലാം മറന്ന് ഇന്ന് കാണുന്ന ഈ ആനന്ദത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം എനിക്ക് പൊന്നപ്പൻ അന്ന് തന്ന 5 വാതിലുകളാണ്, 5 ഇന്ദ്രിയങ്ങളാണ്. അതിന് ഞാൻ എന്നും ആ ദൈവത്തോട് കടപ്പാടുള്ളവനാണ് എന്ന് സ്വാമി പറയുന്നു. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഗുരു വരച്ചു കാട്ടി. ഗുരു ഭാര്യാധർമ്മം എന്ന് പറയുന്ന കൃതിയിൽ അനുഷ്ടുപ്പ് ഉപയോഗിച്ച് ഗുരു എഴുതിയൊരു കൃതിയാണ് ഭാര്യാധർമ്മം എന്ന്. ഗുരു പറയുന്നുണ്ട്, വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകയിൽ തൻ വാഴ്ചയ്ക്ക് തുണയാമവൾ. വര പറഞ്ഞ് ചിലവാക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായും കുടുംബ ജീവിതത്തിന് അല്ലെങ്കിൽ ഉത്തമയായ ഒരു സ്ത്രീയാണ് എന്ന് ഗുരു ഭാര്യാധർമ്മത്തിലൂടെ പറഞ്ഞു തന്നു. അനുഷ്ഠിപ്പ എന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃത്തമാണ്. ഒരു വരിയിൽ 8 അക്ഷരം വീതം വരുന്ന ഈ വൃത്തത്തിന് മാതൃഭാഷയുടെ പ്രൗഢിയും ഗദ്യഭാഷയുടെ ആവിഷ്കരണ സ്വാതന്ത്ര്യവും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അനുഷ്ഠിപ്പിന്റെ സംഗീതാത്മകത ഏറ്റവും മനോഹരമായി ഭഗവാൻ വരച്ചു കാട്ടിയ കൃതിയാണ് വിശ്വപ്രാർത്ഥനയായ ദൈവദശകം. ഗുരു അവിടെ പറയുകയാണ്, ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാദിക്ക് ഒരാവികൻ തോന്നിൻ പദം. ഒരു നാവികൻ എങ്ങനെയാണോ ഒരു കപ്പലിനെ പരിപാലിച്ച് അതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ സംസാര സാഗരമാകുന്ന ഈ ജീവിതത്തെ മറികടന്ന് അപ്പുറത്തെത്തുവാൻ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നാവികനായി നിൽക്കണേ എന്ന് തുടങ്ങുന്ന വിശ്വപ്രാർത്ഥന മുതൽ ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന ഈശാവാസ്യ ഉപനിഷത്ത് വരെ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച വൃത്തമാണ് അനുഷ്ഠിത്വ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ആത്മോപദേശ ശതകത്തിലെ മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തെ കുറിച്ച്. ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ വരിയിൽ തന്നെ അർത്ഥത്തിന്റെ വിശാലമായ ഒരു ലോകമാണ് ഭഗവാൻ അവിടെ നമുക്കായി തുറന്നിടുന്നത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവനെന്ന് പറയുന്നത്. അവിടെ അറിവെന്ന് പറയുന്നത് നമുക്ക് നമ്മെ കുറിച്ചുള്ള അറിവാണ്. അവിടെ അറിവിലുമേറി അറിവെന്ന് പറയുന്നത് എന്റെ ഉള്ളിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സജ്ജനങ്ങളുടെ ഉള്ളിലും കൂടിയിരിക്കുന്ന ചൈതന്യം ഒന്നാണ് എന്ന തിരിച്ചറിവാണ് അറിവിലുമേറിയ അറിവ്. ആത്മോപദേശ ശതകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നുണ്ട്, ഇരുളിലിരുപ്പവനാണ് ചൊല്ലുക നീ എന്നൊഴുകലുളപ്പതു കേട്ടു താഴുമേവം. അതായത് ഇരുട്ടത്തിരിക്കുന്ന 2 ആളുകൾ, അതിൽ ആദ്യത്തെ ആൾ അപരനായിരിക്കുന്ന മറ്റൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ ആര് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം തിരിച്ചു കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ എന്നത്. പിന്നീട് ഈ അപരനായ വ്യക്തി ആദ്യത്തെ ആളോട് ചോദിക്കുകയാണ്, നീ ആര് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹവും പറയുകയാണ് ഞാൻ എന്ന്. അങ്ങനെ ഈ എല്ലാവരുടെയും ഉള്ളിൽ ഒന്നായിരിക്കുന്ന ആ സാധനം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ ഞാനായിരിക്കുന്ന അതിനെ പറയുന്ന പേരാണ് ആത്മാവ് എന്നാണ് പറയുന്നത്. ഇത്ര ലളിതമായ ആത്മാവിന് മറ്റൊരു വ്യാഖ്യാനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്ര വ്യക്തമായ ആത്മാവ് എന്ന പദത്തെ മറ്റാരും നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ. ഗുരു തന്റെ മതവീക്ഷണത്തെ കുറിച്ചുമായി പറഞ്ഞ ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. അതിൽ 49ാം പദ്യത്തിൽ ഗുരു പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും പ്രയത്നിക്കുന്നത് ഏകമായ ആത്മസുഖത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആത്മസുഖമാണ് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും ഏകമായ മതം. ഗുരുവരുടെ ഒരു മതം എന്താണ് എന്ന ചിന്ത പലരെയും കുഴക്കിയപ്പോ അവർക്കുള്ള മറുപടിയായിട്ടാണ് ഭഗവാൻ 49ാം പദ്യത്തിലൂടെ കൊടുക്കുന്നത്. പിന്നീട് ശ്രീ CV കുഞ്ഞിരാമനുമായുള്ള സംവാദത്തിൽ ഭഗവാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ ഒരു മതത്തെ കുറിച്ച്. മനുഷ്യർക്ക് ഊർദ്ധമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരം മാത്രമേ മതങ്ങൾക്കുള്ളൂ. അതുണ്ടായി കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവർ പ്രമാണമാണ് എന്നാണ് സ്വാമി പറഞ്ഞത്. പിന്നീട് ആത്മോപദേശ ശതകത്തിലെ മതമീമാംസ എന്ന ആ 7 പദ്യങ്ങളിലൂടെ കുറച്ചുകൂടി വ്യക്തമായി സ്വാമി പറഞ്ഞു തന്നു.
പിന്നീട് ശ്രീനാരായണ ധർമ്മത്തിലേക്ക് വരുമ്പോ അവിടെ മതത്തെ കുറിച്ച് ഗുരു പറയുന്നുണ്ട്. മാഹമ്മദ ക്രൈസ്തവാസ ജൈന ബൗദ്ധാസ്തേയതേ ഏകതാ പാതനായക പ്രയതന്തേ നിരന്തരം. അതായത് മുഹമ്മദിയരും ക്രൈസ്തവരും ജൈനന്മാരും ബൗദ്ധന്മാരും ഹിന്ദുക്കളും തുടങ്ങി എല്ലാ മതക്കാരും ഒന്നിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നിരന്തരമായ പരിശ്രമം നടത്തുന്നത്. പല നദികൾ, പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന അനേകം നദികൾ ഒരു സാഗരത്തിൽ വിലയം പ്രാപിച്ച് ഏകമായി തീരുന്നത് പോലെയാണ് വലിയ വലിയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ഏകമായ സനാതന സത്യവുമായി താതാത്മ്യം പ്രാപിച്ച ഏകത്വത്തിൽ വർത്തിക്കുന്നുവെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നത്. എന്നിട്ടും ഇന്നും നാം പറയുവാൻ ശ്രമിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഈഴവരുടെ ഗുരുവാണ് എന്നല്ലേ. കേട്ടിട്ടുണ്ട് നമ്മള് ഗുരുവിനെ ഈഴവ ഗുരു എന്ന് മാത്രം പറയുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ലോകം കണ്ടതിൽ വെച്ച് ആശാൻ പറഞ്ഞതുപോലെ അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സും ധന്യത്വമുടാത്മതപസ്സും ബലി ചെയ്യൂ സന്യാസികളിൽ ഇങ്ങനെയില്ലെന്നോ വന്യാസമീരുന്നവരും ശ്രീ ഗുരുമൂർത്തേ. എന്റെ ഭഗവാനെ പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി തന്റെ ആയുസ്സും വകുസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുകയില്ല എന്നാണ് ആശാൻ പദ്യത്തിലൂടെ പറയുന്നത്. തൊട്ട് മുൻപത്തെ പദ്യത്തിൽ ആശാൻ ചോദിച്ചു, അൻപാർന്നവരുണ്ടോ പരിജ്ഞാനികളുണ്ടോ വൻപാകെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മുൻപാലിന് ചൊക്കയിലും നിൻ പാവന പാദം ഗുരുനാരായണമൂർത്തേ. അവിടെ 3 ചോദ്യങ്ങളാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്. എന്റെ ഗുരുവിനെ പോലെ സഹജീവികളോട് ഇത്രയേറെ അനുകമ്പയുള്ള, ഇത്രയേറെ അറിവ് നേടിയ, ഇത്രയേറെ അഹങ്കാരമില്ലാത്ത, ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവമില്ലാത്ത ഒരു വ്യക്തിയെ ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുമോ? പിൽക്കാലത്ത് ഇതിന്റെ പേരിലും നാം അടികൂടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആശാൻ തന്നെ എഴുതി വെച്ചു, ഇനി അത് തപ്പി കഷ്ടപ്പെടേണ്ട. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഈ ജനസമൂഹത്തിൽ ഒരിക്കലും കണ്ടെത്തുവാൻ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ള ഗുണങ്ങളുള്ളത് എന്റെ സ്വാമിക്ക് മാത്രമാണ് എന്ന്. ഇങ്ങനെ ഗുരുദേവനെ അടുത്ത് കണ്ടറിഞ്ഞ, സ്വാമിയെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യ പരമ്പര ഗുരുവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് എഴുതി തന്നു. ബർക്കലയിലുള്ള അഡ്വക്കേറ്റ് പി മാധവൻ അവர்கள் എഴുതിയ നാരായണ ഗുരുദേവൻ എന്ന കൃതിയുടെ ആ പദ്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നാരായണ ഗുരുദേവൻ ദിവ്യനാരായണറിയുന്നു നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. നേരിട്ട് കണ്ടവർ പോലും തിരിച്ചറിയാത്ത പ്രഭാവമുള്ള ആളായിരുന്നു എന്റെ സ്വാമി. ഒരിക്കൽ SNDP യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാമുണ്ടായ കേസുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ ഒരു കാലയളവിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സ്വത്തുവകകളെല്ലാം ധർമ്മസംഘത്തിന്റെ പേരിൽ എഴുതി കൊടുത്ത ഒരു സമയത്ത് SNDP യോഗത്തിന്റെ ഭാഗത്തു നിന്നും ശ്രീ CV കുഞ്ഞിരാമൻ ഒരാളെ ശിവഗിരി മഠത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പരവൂർ കേശവൻ വേദാന്തി എന്നായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് പറയുമ്പോൾ ഗുരു പറഞ്ഞു, കേശവന് ഏറ്റവും നല്ല മുറി തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേശവന് ഏറ്റവും നല്ല മുറി തന്നെ കൊടുത്തു, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പക്ഷെ ഈ കേശവൻ ഒരിക്കൽ പോലും ഗുരുദേവനെ കാണുവാൻ വരാനായിട്ട് സജ്ജനാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഇവിടെ താമസിക്കുകയാണ്, എങ്കിൽ ഒരു പ്രാവശ്യം ഗുരുവിനെ ഒന്ന് ചെന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഗുരുവിനെ കാണുവാൻ ചെല്ലുന്നു. അങ്ങനെ കേശവൻ ഗുരുവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോ ഗുരു അടുത്തു നിന്ന് ശിഷ്യനോട് പറഞ്ഞു, കേശവൻ ഇരിക്കുവാൻ കസേര കൊണ്ടുവരും. ശിഷ്യൻ ഞെട്ടിപ്പോയി. കാരണം ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും പോലും ഒന്നുകിൽ ഗുരുവിന്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കും, അല്ലെങ്കിൽ താഴെ ഒരു പായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ ഇതാ ഗുരു തന്നെ പറയുന്നു, കേശവൻ ഇരിക്കുവാൻ കസേര കൊണ്ടുവരും. അങ്ങനെ ഗുരുവിന്റെ ആജ്ഞ പ്രകാരം
കേശവന് കസേര കൊണ്ടുവന്നിട്ടു. കേശവൻ അവിടെ ഇരുന്നു. അങ്ങനെ ഗുരുവുമായി കുറെ സമയം സംസാരിച്ച് തിരികെ പോകുന്ന കേശവൻ ആ മധുര പാവന മനോജ്ഞമായി മതിമറന്നാണ് പോകുന്നത്. അങ്ങനെ അത് കേൾക്കുവാൻ അദ്ദേഹം അങ്ങോട്ട് വരുന്നത് ഒരു പതിവായി. അങ്ങനെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ കേസിനെ കുറിച്ച് ചോദിക്കും. ഗുരു അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഗുരുവിനോട് കേശവൻ ഈ കേസിന്റെ കാര്യം ചോദിച്ച ഗുരു അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സമയം ഏകദേശം 3 മണിയോടടുത്തായി. അന്ന് അവിടെ വെച്ചൊരു കാക്ക കരഞ്ഞു. അപ്പൊ വൈദിക മഠത്തിന് മുൻപിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഗുരു കേശവനോട് പറഞ്ഞു, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു. കേശവൻ അന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പിന്നീട് ഗുരു മഹാസമാധിയുടെ അടുത്ത സമയത്ത് കേശവനെ വിളിച്ചിട്ട് ചോദിച്ചു, കേശവന് നമ്മോടൊപ്പം നിൽക്കാമോ? ഓർക്കണം, SNDP യോഗത്തിന്റെ ഭാഗത്ത് നിന്നും CV കുഞ്ഞിരാമൻ ശിവഗിരി മഠത്തിലെ സന്യാസിമാരെ നിരീക്ഷിക്കുവാൻ ശിവഗിരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആളാണ് കേശവൻ വേദാന്തി. അദ്ദേഹത്തോട് ഗുരുവാണ് ചോദിക്കുന്നത്, കേശവ നമ്മോടൊപ്പം നിൽക്കാമോ? അദ്ദേഹം രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിൽക്കാമേ. അങ്ങനെ കേശവൻ ധർമ്മസംഘത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കഥ മാറിപ്പോവുകയാണ്. അങ്ങനെ ഗുരുവിന്റെ മഹാസമാധി കഴിഞ്ഞു. കേസ് മാസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേസിന് ഊണില്ല, ഉറക്കമില്ല. ഈ കേസ് നീണ്ടുപോയി. അങ്ങനെ വിധി വരുന്നതിന്റെ തൊട്ട് തലേ ദിവസമായപ്പോ കേശവൻ വേണ്ടുന്ന തെളിവുകളെല്ലാം എഴുതി ചിട്ടപ്പെടുത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശിവഗിരിയിലൂടെ നടക്കാനിറങ്ങി. ഞാൻ നടക്കാനിറങ്ങി വൈദിക മഠത്തിന് മുൻപിലെത്തിയപ്പോ കേശവൻ വിചാരിച്ചു, ഞാൻ എന്റെ സ്വാമിയും ഇരുന്ന് സംസാരിച്ച സ്ഥലമാണിത്. അങ്ങനെ ആ ഓർമ്മകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന കേശവന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുകയാണ്. ആ സമയത്ത് പതിവില്ലാതെ ഒരു കാക്ക കരഞ്ഞു. അപ്പൊ കേശവൻ പെട്ടെന്ന് ഓർത്തു, അന്ന് ഗുരു എന്നോട് പറഞ്ഞു, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു. പിറ്റേ ദിവസം കേശവൻ ആ പോയിന്റ് കോടതിയിൽ പറഞ്ഞു. അത് ഗുരു അവസാനിപ്പിച്ച് നിർത്തിയ ആ പോയിന്റിൽ നിന്നും കേശവൻ കോടതിയിൽ വാദം ആരംഭിച്ചു. അങ്ങനെ ധർമ്മസംഘം കേസ് വിജയിച്ചു. ആ പോയിന്റ് ഇപ്രകാരമായിരുന്നു. ഗുരു കേശവനോട് പറഞ്ഞു, കേശവ, നമ്മെ യോഗത്തിന്റെ പ്രസിഡന്റായി കണ്ട് അവർ നമ്മെ ബഹുമാനിച്ചിട്ടുണ്ടാകാം, ആദരിച്ചിട്ടുണ്ടാകാം. പക്ഷേ നാം യോഗത്തിൽ അംഗമല്ലാത്തതിനാൽ നമ്മുടെ സ്വത്ത് വകകളിൽ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ കേശവൻ ഇത് കോടതിയിൽ അവതരിപ്പിച്ചു. കോടതി നോക്കിയപ്പോ ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗത്തിന്റെ അംഗമല്ല, മറിച്ച് ധർമ്മസംഘത്തിലെ അംഗമാണ്. അങ്ങനെ കേസ് ധർമ്മസംഘം വിജയിച്ചു. ഗുരുവിന് കൊടുത്ത വാക്ക് നിറവേറ്റുവാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ കേശവൻ തിരികെ പരവൂരുള്ള തന്റെ വീട്ടിലെത്തി ഒരു ബ്രഹ്മചാരിയായി ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ഒരിക്കൽ ശിവഗിരി മഠത്തിൽ നിന്നും വന്ന ഒരു സന്യാസി കേശവനോട് ചോദിച്ചു, അങ്ങ് വളരെയേറെ കാലം ശ്രീനാരായണ ഗുരുദേവനുമായി ജീവിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. എന്താണ് ആ സമയം ഉണ്ടായിരുന്ന അങ്ങയുടെ അനുഭവം എന്ന് ചോദിച്ചപ്പോ കേശവൻ പറഞ്ഞു, കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരുന്നു. എന്നിട്ട് കണ്ണു തുറന്നപ്പോ ധാരധാരയായി ഇറ്റിറ്റ് കണ്ണുനീർ തുള്ളികൾ വീഴുകയാണ്. ഇത് കണ്ടപ്പോൾ ചോദിച്ചാൽ വിചാരിച്ചു താൻ എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ തെറ്റായ ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് കേശവൻ വേദാന്തി കരയുന്നത് എന്ന് വിചാരിച്ചപ്പോ ആ കണ്ണുനീർ തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് ആ മഹാപുരുഷൻ പറഞ്ഞു, ആ ശിഷ്യൻ പറഞ്ഞു, ദൈവത്തോടൊപ്പം ജീവിച്ചു, പക്ഷേ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. തന്റെ ശിഷ്യമാനസരുടെ ഹൃദയങ്ങളിൽ കുളിരേകുന്നവനാണ് സ്വാമി. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ സുരംഗദാസ സ്വാമി പാടിയത്. അങ്ങനെയുള്ള ഗുരുവിനെ കുറിച്ച് ഇന്നും സ്വാമിയെ അംഗീകരിക്കുവാൻ മടിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അച്ഛനമ്മമാരെ, നമ്മൾ തിരിച്ചറിയണം, നാം നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുത്ത വിദ്യാഭ്യാസം ശരിയായ രീതിയിലുള്ളതാണ്. നാളെ ഈ ലോകം മുഴുവൻ ഒരു പക്ഷേ അന്യമതത്തിൽ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പോലും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുവാനുള്ള മനസ്സ് കാട്ടുമ്പോ നമ്മുടെ കുട്ടികൾ അന്നൊന്നും തയ്യാറാകുന്നില്ല. 20 കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഭഗവാന്റെ അത്ര സ്വരൂപമൊന്നും കാണണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സ്വാമിയുടെ
ആ ഭഗവാന്റെ നാം ഒത്തിരിയേറെ ആഗ്രഹിച്ച ആ തിരുസ്വരൂപം ഒന്ന് കാണുവാൻ ശ്രമിക്കാം. അതിനായി എല്ലാവരും ഫോണുള്ളവരൊന്ന് ഫോൺ സൈലന്റ് ആക്കി വെക്കുക. അതോടൊപ്പം നട്ടെല്ല് നിവർത്തിയിരുന്ന കൈയൊക്കെ റിലാക്സ്ഡ് ആക്കി മുട്ടയിലേക്ക് വെച്ച് പറയുന്ന കാര്യങ്ങൾ ഏറ്റു ചെയ്യുവാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയി നടുവൊക്കെ നിവർത്തിയിരിക്കുക. കൈ റിലാക്സ്ഡ് ആക്കി മുട്ടയിലേക്ക് വെക്കുക. ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറക്കരുത്. പക്ഷെ ഞാൻ എവിടെ ചെന്ന് പറഞ്ഞാലും അല്ല ആരെങ്കിലും ഒക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനെ നോക്കിയിരിക്കരുത്. നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലി ഭഗവാന്റെ അത്തിരസ്വരൂപം മനസ്സിൽ കാണണമെന്ന് ആഗ്രഹിച്ച് സ്വാമി എനിക്കൊന്ന് ദർശനം തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലുക. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇപ്പൊ നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത് ശിവഗിരിക്കുന്നിലെ ആ മഹാസമാധി മന്ദിരത്തിന് മുമ്പിലാണ്. നാം ആ വാതിൽപ്പടിയിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കാരുണ്യനിധിയായ നമ്മുടെ സ്വാമി തന്റെ ശിഷ്യവൃന്ദങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഭഗവാനെ കണ്ടതിന്റെ സന്തോഷത്തിൽ നാം അവിടെ നിന്ന് എത്തി നോക്കുമ്പോ ഭഗവാൻ നമ്മെ കൈകാട്ടി അടുത്തേക്ക് വിളിക്കുകയാണ്. സ്വാമി വിളിച്ചതിന്റെ സന്തോഷത്തിൽ നടന്നു ചെല്ലുന്നതിന് പകരം ഓടിക്കിതച്ച് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്വാമി പറയുന്നു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നിന്റെ ഏതൊരു സങ്കട നിമിഷത്തിനും നിനക്ക് നമ്മെ പ്രാർത്ഥിക്കാവുന്നതാണ്. നാം എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടാകും. നിന്റെ വലത് കരങ്ങൾ ചേർത്ത് പിടിച്ച് നിന്നെ വഴി നടത്തുവാൻ നാം എപ്പോഴും ഒരു അദൃശ്യ ശക്തിയായി നിന്റെ കൂടെ തന്നെ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്ന് ഒറ്റ വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ മുന്നിൽ നിന്ന് മറിയുകയാണ്. ഓടിച്ചെന്ന ഭഗവാന്റെ മഹാസമാധി മന്ദിരത്തിനുള്ളിലെ ആ വെണ്ണിക്കൽ പ്രതിമയിലേക്ക് നോക്കുകയാണ്. നിറയുന്ന കണ്ണുകളുമായി ഗുരുവിനെ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് ഈ ശിഷ്യമാനസരൊന്നായി ഒന്നിച്ച് പാടിപ്പോവുകയാണ്. ദൈവമേ കൈവിടാതെ ഭവാബ്ദിക്ക് ഒരാവിവൻ തൂണിനിൻ പദം. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം എന്നും കൂടെ കാണണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും തിരികെ വീടുകളിലേക്ക് എത്തുകയാണ്. കൈ രണ്ടും കൂട്ടിത്തിരിഞ്ഞ് ആ ചൂട് കണ്ണിൽ തട്ടുന്ന രീതിക്ക് വെച്ച ഭഗവാന്റെ ഈ തിരുസ്വരൂപത്തിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കുന്നു. ഗുരുവിനെ കണ്ടോ?
തീർച്ചയായും ഗുരുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ ദർശനം തന്നിട്ടുണ്ടാകും. ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്കൊന്ന് മാത്രമേ പറയുവാനുള്ളൂ. സ്വാമിയോട് എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു: വിശ്വാസമുണ്ടോ? ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നാൽ ഏതൊരു സങ്കട നിമിഷത്തിലും പറഞ്ഞു പോയതുപോലെ ഏതൊരു സങ്കട നിമിഷത്തിലും നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ആ കാരുണ്യനിധിയായ ഭഗവാൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വാമി കൂടെ തന്നെ ഉണ്ടാകും. ഒരച്ഛൻ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം പോലെ, ഒരമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കരുതൽ പോലെ, ഒരു സഹോദരൻ തന്റെ അനിയനോടും അനുജത്തിയോടും കാണിക്കുന്ന സ്നേഹം പോലെ കാരുണ്യനിധിയായ ഭഗവാൻ നമ്മോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഈ സഭായോഗത്തിന്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സൈജു ടി കാഞ്ഞിരപ്പള്ളി അവർ, അതോടൊപ്പം യൂത്ത് മൂവ്മെന്റ് ജോയിന്റ് സെക്രട്ടറി അഭിജിത് മോഹൻ ആനന്ദഭവൻ, സഭായോഗം പ്രസിഡന്റ് അനിയൻസൻ അവർ, ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട, ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ആളുകളെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയാനുള്ളത്, യൂണിയൻ കമ്മിറ്റി അംഗമായി 26 നമ്പർ ശാഖായോഗത്തെ യൂണിയൻ തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ബഹുമാന്യനായ സാന്നിധ്യമായി നമ്മളൊപ്പം എന്നും ഉണ്ടായിട്ടുള്ള സാബൂടി ഇല്ലിക്കളം അവർ, വനിതാ സംഘത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ പ്രസിഡന്റ് പ്രിയാദേവി അശ്വതി അവർ, വനിതാ സംഘത്തിന്റെ ബഹുമാന്യനായ സെക്രട്ടറി ബീന ജയൻ അവർ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിഷ്ണു സുഭാഷ് അവർ, സെക്രട്ടറി വിഷ്ണു ബാലൻ അവർ, തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എന്റെ കുടുംബാംഗങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഓരോ അംഗങ്ങളുമാണ് ഈ ശാഖായോഗത്തിൽ എനിക്കുള്ളത്. ഞാൻ ഇവിടുത്തെ ഡോക്ടർ പൽപു കുടുംബയോഗത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ബഹുമാന്യനായ കൺവീനർ രാജീവ് അങ്കിള്, അതോടൊപ്പം എന്നെ മുന്നിൽ നിന്ന് നയിച്ച എന്റെ പ്രിയപ്പെട്ട അധ്യാപകര്, സാറ്, ടീച്ചർ, അതുപോലെ ഈ ശാഖായോഗത്തിൽ ഓരോ അംഗത്തിനും ചേർത്ത് പിടിച്ച് സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്ക്, സഹോദരി സഹോദരങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നിൽ നിന്നും കണ്ണെടുക്കാതെ എന്നെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന 100% ശ്രദ്ധയും എന്നിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന, അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും, അതോടൊപ്പം എന്തെങ്കിലും പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടായെങ്കിൽ അതൊരു കൊച്ചുകുട്ടിയുടെ അറിവില്ലായ്മയായി കണ്ട എന്റെ പ്രിയപ്പെട്ടവരെന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ടായെങ്കിൽ ഈ ശാഖയിലെ ഓരോ അംഗങ്ങളോടും എന്റെ ബഹുമാന്യരായ ആചാര്യന്മാരോടും തന്നെയാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. കാരണം എന്നെ ഇന്ന് കാണുന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കാണുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായെങ്കിൽ അതിന് കാരണം ഈ സഭായോഗത്തിലെ ഓരോ അംഗവും തന്നെയാണ്. അതിനുള്ള നന്ദി എന്നും ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞാൽ ഒടുങ്ങാത്തത്ര വാക്കുകളിൽ ഉള്ളിലുണ്ട്. അത്രയേറെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഭഗവാന്റെ പാതാളങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.